എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുകയാണ് പരീക്ഷ റിസൾട്ട് എന്നാണ് വരുന്നത്. പ്രത്യേകിച്ച് കീമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ റിസൾട്ട് വന്നാലാണ് തൻ്റെ പകുതി മാർക്കും +2 മാർക്കിൽ നിന്ന്, അതായത് +2 PCM വിഷയങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ബാക്കി എങ്ങനെയാണ്? അതുപോലെ തന്നെ SLC വിദ്യാർത്ഥികളും. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും വാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. അത് വിദ്യാർത്ഥികൾ കാത്തിരുന്ന, നിങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള ചില വാർത്തകൾ, അപ്ഡേറ്റുകൾ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ചില ചെറിയ വിശദീകരണം, വലിയ അപ്ഡേറ്റ് ഒന്നുമല്ല, ചെറിയ വിശദീകരണങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്ത ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. റിസൾട്ടുകൾ മെയ് മാസത്തോടു കൂടി രണ്ടും നമുക്ക് പ്രഖ്യാപിക്കും എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകൾ നമുക്കറിയാം, അത് ഇപ്പോൾ ഒരുമിച്ച് നടന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടുകളും അതിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ +2 എടുത്തു കഴിഞ്ഞാൽ ചില വിഷയങ്ങൾ, ഈ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ് ഏകദേശം കുറച്ച് പാടാക്കിയ ചില വിഷയങ്ങൾ വാല്യൂഷൻ എങ്ങനെയായിരിക്കും, ലിബറലാക്കുമോ, അതുപോലെ തന്നെ ഇനി SSLC വിഷയം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിൽ ഫുൾ A+കളുടെ എണ്ണം കൂടുമോ, വിജയ ശതമാനം കുറയുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥികളെക്കാൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുന്നത് മക്കളുടെ റിസൾട്ടിന് വേണ്ടി രക്ഷകർത്താക്കൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് ഇത്തവണ A+കളുടെ എണ്ണം കൂടും എന്ന വാർത്തകൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വിധത്തിലുള്ള ഗ്രേസ് മാർക്കുകളും തിരിച്ചു വരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഇനി +2 കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വാല്യൂഷൻ ക്യാമ്പിൽ നിന്ന് അധ്യാപകർക്ക് പങ്കുവയ്ക്കുവാനുള്ളതും ഇത്തരത്തിൽ ഒരുപാട് മാർക്കുകൾ, അതായത് കൂടുതൽ നന്നായിട്ട് എഴുതി നല്ല വിജയ ശതമാനത്തിലേക്ക് എത്തുവാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഈ ഒരു കെമിസ്ട്രി പരീക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതാത് മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വളരെ ടഫായിട്ട്, വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മൂല്യനിർണ്ണയ രീതി അല്ല ഉണ്ടാകുന്നത്. IT പരീക്ഷകൾക്കൊക്കെ എല്ലാ വർഷവും കണ്ട പോലത്തെ ഒരു ട്രെൻഡ്, ആ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ അധ്യാപകർ പറഞ്ഞതാണ് A+കളുടെ എണ്ണം കൂടുമെന്ന്. അപ്പോൾ +2 എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ടോട്ടൽ വിജയ ശതമാനം കുറഞ്ഞേക്കാം. എങ്കിൽ പോലും 100% വിജയം വരുന്ന സ്കൂളുകളുടെയും A+കൾ ലഭിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൂടുവാനുള്ള സാധ്യത തന്നെയാണുള്ളത്. നിങ്ങൾ കാത്തിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? കമൻറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് കാണാം.